നൂറുകണക്കിന് ആൾക്കാർ ഇപ്പോൾ പാലത്തുമുണ്ട്. ഈ അപകടമായ പാലത്തുമ്മൽ ആളുകൾ നിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയല്ലേ? പറയത്തില്ല, പാലം പൊതിഞ്ഞാടാനായ പാലാണ്. എപ്പോഴും പൊതിഞ്ഞോടും. അപ്പോൾ അതിന് അധികൃതർ അതിൻ്റെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പാലം ശരിക്കൊന്ന് നന്നാക്കി തരാഞ്ഞാൽ പാലം പൊളിഞ്ഞോടി പോകും. ഈ ബോർഡൊന്നും വെച്ചിട്ട് ജനങ്ങൾ നിൽക്കണില്ലെന്ന് പെരുന്നാളാണ്. ബോർഡ് പഞ്ചായത്ത് വെച്ച ബോർഡല്ലേ? പഞ്ചായത്ത് വെച്ച ബോർഡ്. ആരെങ്കിലും ആ പാലം ഗൗരവമാക്കുന്നുണ്ടോ? ആരും ആക്കണില്ല. അതിന്റെ ആ പാലത്തിന്റെ പിന്നെ സ്ലാബുകളൊക്കെ പൊട്ടീന്, അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നെ കമ്പികാലുകളൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ പാലത്തുമ്മൽ ഇപ്പോൾ ഒരു സുമാർ 200 ആളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏത് നിമിഷം പൊളിഞ്ഞാടാൻ സാധ്യതയുണ്ട്. അതാ നമുക്ക് പറയാല്ലേ. പിന്നെ 2000 ഉണ്ടാക്കിയ പാലാ അത്. ഇവിടെ ബോർഡ് 2000 ഉണ്ടാക്കിയ പാല. അതിമൊക്കെ ഒരാളും ഇപ്പോൾ നോക്കണില്ല, ആ ഭാഗം തിരിഞ്ഞു നോക്കണില്ല. അപ്പോൾ ആര് പറഞ്ഞാലും കേൾക്കൂല. ഈ പാലത്തുമ്മൽ കരണ്ടെന്ന് പറഞ്ഞ പോലെ നിൽക്കൂല. ഇപ്പോൾ കാണികൾ അതിൽ കണ്ടു വന്ന് നിൽക്കുക. അപ്പോൾ പൊളിഞ്ഞു ചാടിയ നമ്മളെ ഈ നാട്ടുകാർ ഒരു ഉത്തരവാദിയല്ലേ അതിന് ഉദ്യോഗസ്ഥന്മാരാണ് അതിൻ്റെ ആൾക്കാർ. പരിപൂർണ്ണ ഉത്തരവാദിത്വം ഓൽക്കാണ്. നമുക്കൊരു ഉത്തരവാദിത്തമില്ല. നമ്മൾ പറഞ്ഞാൽ അവര് നമ്മളോട് നമ്മൾ നാട്ടുകാർ വെച്ച ബോർഡാ, ഇതൊക്കെ തകർത്തത് ബോർഡൊക്കെ. അപ്പോൾ ആരോട് പറഞ്ഞാലും ആരും പറഞ്ഞാൽ കേൾക്കൂല. അപ്പോൾ അതിന് വേണ്ട നടപടി അധികൃതർ എടുത്തോട്ടെ, ചെയ്തോട്ടെ, അതേ പറയാനുള്ളൂ. 250 ആളുണ്ട്. അല്ല അത് നിൽക്കണേ, പറഞ്ഞാൽ കേൾക്കൂലേ. അപ്പൊ നമ്മളടുത്ത് പറയാൻ കഴിയില്ല. ആൾക്കാർ ഇങ്ങനെ ബന്ധുക്കോട്ടെ കിടക്കല്ലേ, നിൽക്കല്ലേ, നമ്മളടുത്ത് പറയാൻ കഴിയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓലൊക്കെ നമ്മളെ എതിർക്കുകയെ. ആ അധികൃതരുമാണ്, പോലീസുകാരൊക്കെ ആണ് അതിന്. ഒന്ന് വീണ ഒരാളെങ്കിലും കഴിച്ചിട്ടോ തോന്നുന്നില്ല. ഒറ്റ ആളും കഴിച്ച് രക്ഷപ്പെടില്ല. ഒരു സാധ്യതയില്ലല്ലോ. ഒരു സാധ്യതയില്ല. ഇത് അപകടം വരുമ്പോഴേ ഇതിന്റെ മനസ്സിലാക്കാൻ കഴിയും. ഈ സ്ഥലം കൂടോ എത്ര കാലം ഇതിങ്ങനെ ഒരു കൊല്ലം 1.5 കൊല്ലം ഇത് ഈ കൊല്ലത്ത് പുറ്റായി കിടക്കണം. ഇതിന് ഉള്ളിൽ പറ്റ തപനായിണ്ടാവും. ഇത് പൊട്ടി അങ്ങോട്ട് വീണാൽ ഇപ്പൊ ഈ ഭാഗത്ത് 100 ചില്ലാൻ ആളുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അതെന്താ ഇങ്ങനെ നോക്കിയാൽ കുറെ ആൾക്കാർ ഇങ്ങനെ കാണാം. ഈ ക്യാമറ ഇങ്ങനെ തിരിച്ച് ഇവിടെയും കാണാം, കുറെ കാണാം, അക്കരെ ഇക്കരെ കാണാം. ഉണ്ടോ? ഇത് മുഴുവൻ കാഴ്ചക്കാരാ. ഇവരൊക്കെ നിരപരാധികളാ. ഇവരാരും ഇതിനെ ഗൗരവം അറിയാതെ വന്നിക്കുന്ന ആളുകളാ. ഇത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വിവരം അറിയിക്കുക. ഓരെന്താ ചെയ്യേണ്ടത് ചെയ്യട്ടെ. ഓരൊന്നും ചെയ്യില്ല. ഓല് മരിച്ചു കഴിഞ്ഞാൽ റീത്ത് വെച്ച് വരും. റീത്തോണ്ട് കാര്യമില്ലല്ലോ. റീത്തോണ്ട് കാര്യമില്ല. അത്ര സംഭവിക്കോ? അല്ലാതെ ഒന്നും സംഭവിക്കില്ല. നൂറുകണക്കിന് ആൾക്കാർ ഇപ്പൊ ഈ പാലത്തും വേണ്ട. ശരി, നൂറുകണക്കിന് ആൾക്കാർക്ക് ഈ പാലത്തും വേണ്ട. ഞമ്മടക്കം ഇത് പൊട്ടാനായി ഇതിന്റെ കഥ ഈ നിൽക്കണ ഒരു കുട്ടിക്കും അറിയില്ല ഇതിന്റെ ദയനീയാവസ്ഥ. മനസ്സിലായി? ആൾക്കാർക്ക് ഇപ്പൊ ഇതിന്റെ ഇത് ഗൗരവം അറിയില്ല. കേട്ടോ, ഇപ്പൊ നമ്മള് ഈ കണ്ട ഈ എത്ര ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ? 100 ആൾക്കാരുടെ ഇപ്പൊ ഈ പാലത്തും വേണ്ട. 100 ചില ടൈമിൽ ചങ്ങായി ഇവിടെ നോക്കിയാ. കേട്ടോ, അതെ, ഈ സ്ഥലം കൂടോ ഈ സ്ഥലം ഇവിടെ തുരുമ്പ് പിടിച്ച് കിടക്കാതെ ഇവിടെ വീർത്ത് കിടക്കുക. കണ്ടേ, ഈ സ്ഥലത്ത് പൊട്ടാനായി കിടക്കുക. ഇത് ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ കാണുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മൾ കാണുന്ന സ്ഥലമാണ്. ഇത് കാണാത്തതിന്റെ മുകളിൽ ഇതിന്റെ അവസ്ഥ എന്താണെന്നില്ല അള്ളാഹുവാലോ. ഇപ്പൊ ഇത് ഇത്രയും ലോഡ് വന്നാലും കേട്ടോ ഉള്ളു പുറ്റായി കിടക്കുകയാണ്. ഇത് പൊട്ടി വീണാൽ ഇത്ര ആൾ മരിച്ചു പോകും. ഇതിനാരെ സമാധാനം? മരിക്കുമ്പോഴേ സർക്കാരും തിരിഞ്ഞു നോക്കുള്ളൂ. ഈ കോലത്തിൽ എന്തെല്ലാം അപേക്ഷകളും ഈ ഒരുപാട് പരാതികളൊക്കെ കൊടുത്തിട്ടു. ഇതിനാരെങ്കിലും ഒന്ന് ഗൗരവത്തിൽ ഇത് എടുക്കേണ്ട വിഷയം. ഇത് ആരോടെ ഇത് പറയേണ്ടത്? എന്താ ഇതിൻ്റെ അവസ്ഥ? ഇത്ര ആളുകളെ തമ്മിൽ ഇതൊരു മറ്റേ ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണ് ആളുകൾ ഇത് ഉപയോഗിക്കണത്. ആൾക്കാരോട് ഞങ്ങനെ ഇത് വരണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ആൾക്കാർക്ക് ഇത് കാണാൻ രസമുള്ള സ്ഥലമാണ്. ആൾക്കാർ വരും, കാണും, നോക്കും. ആൾക്കാർ ഇപ്പോൾ ഒരാളോട് കാണാൻ വരുന്നുണ്ട്. അവിടെ ബോർഡ് നമ്മൾ വെച്ചിടല്ലോ ഇത് ടൂറിസ്റ്റ് കേന്ദ്രം അല്ല. പക്ഷെ ആളുകൾ എന്നിട്ട് ഇത് കാണാൻ വരുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇത് കാണാൻ രസമുള്ള സ്ഥലമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടി ഇവിടുത്തെ ആരാണ്? ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്.
ഇനി എന്നാ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക?